ധനഹാകാലം മൂന്നാം ശനി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കാനാൻകാരിയുടെ വിശ്വാസം. പ്രാർത്ഥനയ്ക്ക് ഉടനടി മറുപടി കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? എന്നാൽ നമ്മുടെ ജീവിതാനുഭവം നേരെ വിപരീതമാണ്. ഒരിക്കലും കേൾക്കാത്ത പ്രാർത്ഥനകളുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. പക്ഷേ യേശു തൻ്റെ പ്രാർത്ഥന ദൈവഹിതത്തിന് വിട്ടുകൊടുത്തു. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. വൈകിപ്പിക്കുന്ന പ്രാർത്ഥനയുമുണ്ട്. ആവശ്യത്തിൽ നിന്ന് പിന്മാറാത്ത അവളുടെ വിശ്വാസത്തിന്മേൽ പ്രാർത്ഥന അവസാനം ശ്രവിക്കപ്പെടുന്നുണ്ടല്ലോ. ഇവിടെ നമുക്ക് മാതൃകയാക്കാവുന്ന പല ഘടകങ്ങളുണ്ട്. 1. യാചനയിലെ സ്ഥിരത. 2. ശിഷ്യന്മാരിലൂടെ സമീപിക്കുന്നതിനാൽ മധ്യസ്ഥത്തിന്റെ പ്രസക്തി. 3. ആവശ്യം നടത്തിക്കിട്ടാൻ കാൽക്കൽ വീഴുന്ന പരിപൂർണ സമർപ്പണ രീതി. 4. വിജാതീയയാണെന്നും നായയുമായി താരതമ്യപ്പെടുത്തിയിട്ടും അവൾ പ്രകടിപ്പിച്ച എളിമ. വിട്ടുപേക്ഷിക്കാത്ത അവളുടെ വിശ്വാസം കണ്ട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണെന്ന് യേശു പറഞ്ഞതും പിശാചുബാധ ഒഴിഞ്ഞ് അവളുടെ മകൾ സൗഖ്യം പ്രാപിച്ചു. ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും.